ജാഗ്രതയിലാണ്. പരിശോധന ശക്തമാക്കുന്നുണ്ട്. വ്യാപക പരിശോധനയാണ് സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്നത്. ഡൽഹിയിൽ സ്ഫോടനമുണ്ടായെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലും വ്യാപകമായി തന്നെയുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഇന്ന് രാവിലെയും പരിശോധനകൾക്ക് യാതൊരു കുറവുമില്ല. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും വ്യാപകമായി പരിശോധന നടക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുന്ന ആളുകളുടെ ബാഗുകളടക്കം പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. റെയിൽവേ സ്റ്റേഷനുകളും സംശയാസ്പദമായി തോന്നുന്ന ആളുകളെ വിശദമായി പരിശോധിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. നഗരങ്ങളിൽ വ്യാപകമായ പെട്രോളിംഗും നടക്കുന്നുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി രാവിലെ 10:30 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ആരംഭിച്ചത്. RPFന് പുറമെ കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വ്യാപകമായി തിരച്ചിൽ നടത്തി. ഒപ്പം തന്നെ ക്ലോക്ക് റൂമിൽ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തടക്കം വ്യാപകമായ രീതിയിൽ തിരച്ചിൽ നടത്തി. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വിദേശ വിനോദസഞ്ചാരികളടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടി ആയതുകൊണ്ടാണ് വ്യാപകമായ രീതിയിൽ ആലപ്പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ഇടുക്കിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ നടന്നു. തൊടുപുഴയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, മങ്ങാട്ടുകവല എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തും ഇന്നിപ്പോൾ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. റെയിൽവേ പോലീസ്, അതുപോലെ പോലീസ് എന്നിവരുടെ സംയുക്തമായിട്ടുള്ള പരിശോധനകൾ പൊതുജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലുണ്ട്. പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഒരു പരിശോധന നടക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഈ സുരക്ഷാ പരിശോധന തുടരാനാണ് തീരുമാനം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വയനാട്ടിലും പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. വയനാട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കലക്ടറേറ്റ്, ആശുപത്രികൾ, മറ്റ് പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയായ പശ്ചാത്തലത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ഡൽഹി കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. പ്രധാനമായും KSRTC ബസ് സ്റ്റാൻഡുകൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയിടത്താണ് പരിശോധനയുള്ളത്. ഈ പരിശോധനകൾ രാത്രി വരെ തുടരുകയും ചെയ്യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.